സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും സ്വന്തമായുള്ളവനോ എല്ലാത്തിനുമുടയവൻ സ്വന്തമായുള്ളവനോ എല്ലാത്തിനുമുടയവൻ കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട് തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട് തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്ന യേശുവുണ്ട്. നാം എങ്ങനെ ദൈവത്തെ വേണ്ടി വന്ന് സേവിക്കുവാൻ കഴിയുക? നമുക്ക് വായിക്കാം എഫേസ്യർ 2-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വാക്യങ്ങൾ. നമ്മൾ പ്രാപിച്ച രക്ഷ ദൈവത്തിന്റെ കൃപ ദൈവത്തോടും മനുഷ്യനോടും നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മളെ ഒഴിവാക്കുന്നില്ല. നന്നായിട്ട് മനസ്സിലാക്കണം. ദൈവം നമുക്ക് നൽകിയ രക്ഷ ദാനം നമുക്ക് ഉത്തരവാദിത്തം എന്താണ്? ദൈവത്തോടുമുണ്ട്, അതേസമയം മനുഷ്യരോടും നമുക്ക് ഉത്തരവാദമുണ്ട്. അതുകൊണ്ട് വാക്യം പറയുന്നത് എഫേസ്യർ 2-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം, കൃപയാലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രേ ആകുന്നു. നാം രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ ദാനമാണ്. നമ്മൾ പറയാം നാം വിശ്വാസം ഏറ്റുപറഞ്ഞത് കൊണ്ടാണ്. അതൊക്കെ ശരിയാണ്. ഈ ലോകത്തിൽ ഒത്തിരി പേർ ഉണ്ടായിട്ടും നമ്മൾ ദൈവസ്ഥലം നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. നമ്മൾ നിൽക്കുന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാണ്. എത്രയോ പേർ വന്ന് ദൈവത്തെ അറിഞ്ഞ് നന്മകൾ പ്രാപിച്ച് പോയവരുണ്ട്, പിന്മാറിപ്പോയവരുണ്ട്. ஆனால் ഇന്നും നാം ദൈവസ്ഥലം നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ലോകസ്ഥാപനത്തിന് മുമ്പേ കർത്താവ് എന്നെയും നിങ്ങളെയും അവൻ കണ്ട്. എന്തിനു വേണ്ടിയാണ്? അതുപോലെ 1-ാം വാക്യം, ആരും പ്രശംസിക്കാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നമ്മുടെ നല്ല പ്രവൃത്തികൾ ഒന്നും കാരണമല്ല. 10-ാം വാക്യം എന്ന് പറയുന്നത്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തിക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. നാം ചെയ്തു പോരേണ്ടതിനെ ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. നാം എന്ത് ചെയ്യണമെന്ന് ദൈവം മുൻ ഒരുക്കിയിരിക്കുന്നു. അത് മുന്നമേ ദൈവം അറിഞ്ഞ് നാം അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ദൈവത്തിന്റെ സൽപ്രവൃത്തിക്കായി നാം ഈ ഭൂമിയിൽ സൽപ്രവൃത്തികൾ ചെയ്യണമെന്ന് ദൈവം എന്ത് ചെയ്തു? മുന്നമേ മുൻ ഒരുക്കിയിരിക്കുന്നു. സൽപ്രവൃത്തി എന്ന് പറയുമ്പോൾ പല നന്മകൾ ചെയ്ത് മാത്രമല്ല, നാം എന്ത് ചെയ്യണം? ദൈവം ഏൽപ്പിച്ച ഒരു വലിയൊരു ദൗത്യമുണ്ട്, കർത്താവിനെ കുറിച്ച് പറയുക. ഇത് ഞാൻ മാത്രമല്ല, നാം എല്ലാവർക്കും ദൈവം കൊടുക്കപ്പെട്ട ഒരു ദൗത്യമാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന് വലിയൊരു ദൗത്യം ദൈവം എന്നിലും നിങ്ങളിലും ദൈവം ഒരു ദൗത്യം വെച്ചിട്ടുണ്ട്. പക്ഷെ നാം അത് പൂർണ്ണമായി ചെയ്യണമെങ്കിൽ നാം എങ്ങനെ ആയിരിക്കണം? ദൈവം നമ്മളെ മുൻഒരുക്കിയിരിക്കുന്നത് അവന്റെ സൽപ്രവൃത്തികൾ ചെയ്യണമെന്ന് കർത്താവ് നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം നൽകിയിട്ടുണ്ട്. അത് നാം പൂർണ്ണമായി ചെയ്യണമെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണം? എഫേസ്യർ 3-ാം അധ്യായം അതിന്റെ 23-ാം വാക്യം. നാം എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യുന്നതൊക്കെയും ആർക്ക് വേണ്ടിയാണ്? കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പേ. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കല്ല, കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുവേ. 24-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായ ക്രിസ്തുവിനെ സേവിപ്പേൻ. നിങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവൃത്തികളും அதுக்கான പ്രതിഫലം ആര് തരും? ദൈവം തരും. നിങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു കാര്യം ചെയ്താൽ എന്നെ സഹായിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചെയ്യ വേണ്ടി നിങ്ങൾ ചെയ്യുക. പക്ഷെ പ്രതിഫലം ആ വ്യക്തിയുടെ അടുക്കൽ നിന്ന് ആഗ്രഹിക്കുന്നത്. പകരം നിങ്ങൾ ചെയ്യുന്ന എല്ലാ സകല നൽ പ്രവൃത്തിക്കും അല്ലെങ്കിൽ സൽ പ്രവൃത്തിക്കും ദൈവം തീർച്ചയായിട്ട് പ്രതിഫലം തരും. പറഞ്ഞത് നാം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാം നമുക്ക്
പ്രതിഫലം നൽകേണ്ടത് ആരാണ്? ദൈവം തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യർക്ക് എന്ത് നിങ്ങൾ ഒന്നും ചെയ്യരുത്. പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവം എനിക്ക് പകരം ചെയ്യും, എന്റെ നന്മകൾ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വരുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, ഏഴയ്ക്ക് വായ്പ കൊടുക്കുന്നവൻ ദൈവത്തിന് വായ്പ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും സഹായിക്കണമെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ സഹായിക്കുന്നത് ആർക്കാണ്? അവനെയല്ല, പകരം ദൈവത്തിനാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ കർത്താവ് പറഞ്ഞ് എന്താണ്? ഈ സിറിയയിൽ ആരെങ്കിലും സഹായിച്ചാൽ അത് ആർക്കാണ്? ദൈവത്തെ, എനിക്കേ നിങ്ങൾ സഹായം ചെയ്ത്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, അവർക്ക് ചോദിച്ചു, കർത്താവെ ഞങ്ങൾ എപ്പോഴാണ് നിന്നെ സഹായിച്ച്? കർത്താവ് പറഞ്ഞ്, ഞാൻ തടവിലിരുന്നപ്പോൾ നിങ്ങളെ കാണാൻ വന്നു, വസ്ത്രമില്ലാതെ നിങ്ങൾ വസ്ത്രം എനിക്ക് നൽകി. ആർക്കാണ്? ഏറ്റവും ചെറിയ സഹോദരന്മാർക്ക് നിങ്ങൾ എന്ത് ചെയ്തോ അത് എനിക്കേ ചെയ്തു എന്ന് ദൈവം പറയുവാൻ ഇടയായി. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും, അല്ലെങ്കിൽ ഏതുള്ള ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തിയും ആർക്കാണ് ചെയ്യുന്നത്? ദൈവത്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്. ആർക്കാണ് പ്രതിഫലം? ദൈവം നിങ്ങൾക്ക് തരും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കല്ല, കർത്താവിന് എന്ന പോലെ മനസ്സോടെ ചെയ്യുക. ഒരു പ്രത്യേകിച്ച് വാക്യം എടുത്തു പറയുന്നത് മനസ്സോടെ. നീ ചെയ്യുന്ന കാര്യം മനസ്സോടെ ചെയ്യണം, മനസ്സില്ലാതെ ചെയ്യരുത്. മനസ്സിലെ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഒന്നും ലഭിക്കത്തില്ല. നിങ്ങൾ ചെയ്യുന്നത് മനസ്സോടെ. അത് ഒരു വ്യക്തിയാകട്ടെ, അല്ലെങ്കിൽ ദൈവത്തിന് കൊടുക്കുന്ന കാര്യമാകട്ടെ, ഏതുവായിരുന്നാലും മനസ്സോടെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടത്തില്ല. എന്നാൽ അവകാശം എന്ന പ്രതിഫലം കർത്താവ് തരും എന്നറിഞ്ഞ് കർത്താവായി ക്രിസ്തുവിനെ സേവിപ്പേൻ. ദൈവത്തെ വിട്ട് പിന്മാറുന്നത്. നിങ്ങൾ ചെയ്യണം ഏതുവായിരുന്നാലും നിങ്ങൾ പൂർണ്ണ യുദ്ധത്തെ ദൈവത്തെ സേവിപ്പേൻ. ദൈവത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ പൂർണ്ണമായി നമുക്ക് ദൈവത്തെ നമുക്ക് എങ്ങനെ സേവിക്കാൻ കഴിയും? ഞാൻ 7 ഗൈഡ്ലൈൻസ് എഴുതിയിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ആദ്യത്തെ വാക്യം, എന്തും ചെയ്യുവാൻ തയ്യാറെടുക്കുക. നിങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറെടുക്കണം. വാക്യം വായിച്ച സഭാപ്രസംഗി 9-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. വാക്യം പറയുന്നത്, ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. ഈ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ല. അപ്പൊ നാം ദൈവത്തിന് വേണ്ടി നാം എന്ത് ചെയ്യണം? നാം എന്ത് ചെയ്താലോ അതിന് കൊടുക്ക വേണ്ടിയ ഒരു ബഹുമാനത്തോടെ നാം അത് ചെയ്യണം. അത് കൊടുക്കുന്ന കാര്യമാകട്ടെ, പ്രവർത്തിക്കുന്ന കാര്യമാകട്ടെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യമോ അത് എങ്ങനെ ചെയ്യണം? ശക്തിയോടെ ചെയ്യണം. നാം ദൈവത്തിന്റെ പ്രവൃത്തിയിൽ എന്താണ്? ചെറുതുകൊണ്ടുമല്ല വലുതുകൊണ്ടുമല്ല. നാം ചെയ്യുന്ന ഏത് കാര്യമാണെന്നാലും അത് ശക്തിയോടെ ചെയ്യണം. കർത്താവ് എന്ത് ചെയ്ത്? ഒരു വിധവ എല്ലാവരും ഭണ്ഡാരത്തിൽ കാശുകൾ കൊണ്ടുവന്ന് ഇട്ട്. പക്ഷെ ദൈവം എത്ര കൊടുക്കുന്നെന്ന് ദൈവം നോക്കിക്കൊണ്ടിരുന്നു. വലിയ സമ്പന്നന്മാർ വന്ന് കണ്ടാ, ഞാൻ 5 ലക്ഷം കൊടുത്ത്, 10 ലക്ഷം കൊടുത്ത്, 1 ലക്ഷം കൊടുത്ത് എന്ന് പലരും എന്ത് ചെയ്ത്? തങ്ങളുടെ ആസ്തിയിൽ നിന്ന് കൊണ്ടുവന്ന് കൊടുത്ത്. ദൈവം നോക്കിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞത് കൊടുക്കുന്ന ഒരു മനസ്സിനെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ എത്ര കൊടുക്കുന്ന അല്ല, ദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? മനസ്സ്. ഇത്രയും കൊടുത്ത് ഞാൻ ചോദിക്കട്ടെ, നമ്മളാണെങ്കിൽ എത്ര അധികം കൊടുത്ത ആരെയും നമ്മൾ എന്ത് ചെയ്യും? ബഹുമാനിക്കും. അതാണ് ലോകം. പക്ഷെ ഇവിടെ ദൈവം നോക്കുന്നത് എന്താണ്? അങ്ങനെയല്ല. കൊടുത്ത എല്ലാവരും നോക്കുമ്പോൾ അവരുടെ മനസ്സൊന്നും ശരിയില്ല. പക്ഷെ ഒരു വിധവ, പാവപ്പെട്ട വിധവ, അവരുടെ കയ്യിൽ ആകെ എത്ര ഉണ്ടായിരുന്നു? 2 വെള്ളിക്കാശ്. തന്റെ ജീവനത്തിന് വേണ്ടി അവർക്ക് ഉണ്ടായിരുന്ന കാശ് മാത്രമേ ഉണ്ടായിരുന്നു. അവൾ എന്ത് ചെയ്താൽ ആരും അറിയാതെ അവൾ പതുക്കെ വന്ന് ആ സ്തോത്ര കാഴ്ച ഇട്ടു.
ഉടനെ കർത്താവ് ചാടി എണീറ്റ് ഉടനെ പെട്ടെന്ന് പറഞ്ഞ എന്താണ്, ഇവിടെ കൊടുത്ത എല്ലാവരും കാട്ടിലും ഈ വിധവ അധികമായി കൊടുത്തു. അവൾ കൊടുത്തത് എത്രയാ? 2 വെള്ളി കാശാണ് അവൾ കൊടുത്തത്. കർത്താവ് ഉടനെ എണീറ്റ് ചാടി എണീറ്റ് പറഞ്ഞു, ഇവിടെ കൊടുത്തത് എല്ലാവരെ കാട്ടിലും അധികമായി ഈ വിധവ കൊടുത്തു. പറയട്ടെ, അവളെ കുറിച്ച് പിന്നെ നമ്മൾ വായിക്കുന്നില്ല. ദൈവം അവരെ അനുഗ്രഹിച്ച് കാണും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറഞ്ഞത്, നാം ചെയ്യുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ കാര്യങ്ങളാണെങ്കിൽ നാം എന്ത് ചെയ്യണം? നേരത്തെ വായിച്ചതുപോലെ സുത്ത മനസ്സോടെ നാം ചെയ്യണം. നാം സുത്ത മനസ്സോടെ നാം ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പണി കിട്ടും. എന്നാൽ വചനം പറഞ്ഞത്, ദൈവത്തിന്റെ വേലയെ ഉദാസീനത്തോട് ചെയ്യുന്നവൻ ശാപിക്കപ്പെട്ടവൻ. ദൈവം അനുഗ്രഹിക്കപ്പെട്ടു, അതേസമയം ദൈവത്തിന്റെ വേലയെ ഉദാസീനപ്പെടുത്തിയാൽ നിനക്ക് എന്ത് കിട്ടും? ശാപം കിട്ടും. പറയുന്നത്, നാം ദൈവത്തെ നാം എന്ത് ചെയ്യണം? പൂർണ്ണ ഹൃദയത്തോടെ നാം അന്വേഷിക്കണം. മാത്രമല്ല, ദൈവത്തെ നാം സേവിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണമുള്ള 7 കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇപ്പൊ നിർത്താൻ സമയമായി. നമുക്ക് പിന്നെ അടുത്ത ആഴ്ച നോക്കാം. ഒരു വാക്ക് കൊണ്ട് പറയാം. വചനം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം എന്ത് പറയുന്നത്? മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതൊക്കെയും കിട്ടും. അപ്പൊ ദൈവമക്കൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ്? ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. നമുക്ക് ഇന്ന് നമ്മൾ അന്വേഷിക്കുന്നത് എന്താണ്? ലോകമാണ്. ലോകത്തിൽ പല കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, നാം ഈ ലോകത്തിലായിരുന്നാലും ഈ ഭൂമി നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ രാജ്യം പണിയപ്പെടുവാൻ നാം ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് അന്വേഷിക്കണം. ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് ദൈവത്തിന്റെ രാജ്യം ഈ ഭൂമിയിൽ പണിയപ്പെടും. അപ്പോൾ നാം മുതൽ ചെയ്യേണ്ടതാണ് ദൈവത്തിന്റെ രാജ്യം പണിയപ്പെടണം. അവന്റെ നീതി അന്വേഷിക്കണം. നമ്മൾ പലതും അന്വേഷിക്കുന്നുണ്ട്, പക്ഷെ ദൈവത്തിന്റെ രാജ്യമോ ദൈവത്തിന്റെ നീതിയോ നാം അന്വേഷിക്കുന്നില്ല. വചനം നാം അന്വേഷിച്ചാൽ നമുക്ക് കിട്ടേണ്ട എല്ലാ നന്മകളും ഭൂമിയിൽ നമുക്ക് കിട്ടും. പക്ഷെ നമുക്ക് തിരിഞ്ഞാൽ ചെയ്യരുത്. നമ്മൾ മറ്റൊരു പുറകെ നാം ഓടിക്കൊണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ രാജ്യമോ നീതിയോ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇന്നും ലഭിക്കാത്തത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആദ്യ സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ആ ദൈവത്തെ നാം എങ്ങനെ പൂർണ്ണ ഹൃദയത്തോട് സേവിക്കാൻ കഴിയും? ദൈവത്തിന്റെ രാജ്യം അന്വേഷിക്കണം. ദൈവത്തിന്റെ നീതി എന്താണ് അന്വേഷിക്കണം. അത് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ പറയട്ടെ, നിങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജീവിക്കാനുള്ള എല്ലാ ആവശ്യങ്ങളും ദൈവം കരുതും.